ഗൈസ്, അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒരു ബ്രീത്തറിൻ്റെ പൈപ്പ് ആണ് ആദ്യം പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും വർക്കിന് ആവശ്യമായിട്ടുള്ള ടൂൾസൊക്കെ എടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ക്ലിപ്പ് പ്രസ് ചെയ്ത് ഞാൻ ആ പൈപ്പ് റിമൂവ് ചെയ്തു. ഇനി ആർച്ച് കവറിൽ നിന്ന് പോകുന്ന ഈ ഒരു വയറ് ഇതിനകത്ത് 2 കണക്ഷൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം മാഗ്നറ്റ് കോയിലിൽ നിന്ന് വരുന്നതാണ്, ഈ ചെറുത് പൾസർ കോയിലിൻ്റെ വയറാണ്. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിൻ്റെ ക്ലിപ്പ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഊരിപ്പോരും. അപ്പോൾ ഈ ക്ലിപ്പ് പിടിച്ചിരിക്കുന്നു. അടുത്ത ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഊരിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വയറും കാര്യങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതാണ്ടോ, ഇതിനാണ് പൾസർ കോയിലിൻ്റെ വയറ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു 12-ൻ്റെ സൈസുള്ള ഒരു സ്പാനറും ഒരു 13-ൻ്റെ സൈസുള്ള ഒരു സ്പാനറും വെച്ചിട്ട് ഈ കിക്കറിൻ്റെ ബോൾട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഈ ബോൾട്ട് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തേക്ക് പോരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫുട് റെസ്റ്റിൻ്റെ പൊസിഷനൊന്ന് മാറ്റണം. മിക്ക വണ്ടികളും ഇവർ ബെൻഡ് പൈപ്പൊക്കെ അഴിച്ചെടുത്തിട്ടാണ് റിമൂവ് ചെയ്യാറ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ബോൾട്ടിൻ്റെ പൊസിഷൻ ഒന്ന് ലൂസ് ചെയ്തെടുത്തിട്ട് ഇതാ ഈ ഫുട് റെസ്റ്റിൽ കാണുന്ന പോലെ വലിച്ച് ബാക്കിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം ആർച്ച് കവറിന് പുറത്തേക്ക് പോരാനായിട്ടുള്ള സ്പേസ് കിട്ടും. അതായത് 10 ബോൾട്ടുകളാണ് അതിനകത്ത് ഞാൻ അഴിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഓയിൽ ട്രെയിൻ്റെ അടിയിലുണ്ട്, നേരെ ആർച്ച് കവർ പുറത്തേക്ക് ഊരിയെടുക്കുകയാണ്. ഈ കവർ പുറത്തേക്ക് അഴിച്ചെടുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും ഇതിവിടെ ഒരു വാഷറുണ്ട്. ഈ വാഷറിൻ്റെ മേളിലായിട്ടൊരു ഓറിങ് ഉണ്ട്. ഈ ഓറിങ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഹൈ ആണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് ഈ ആർച്ച് കവറിൻ്റെ അകത്ത് തന്നെ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചെടുത്ത ഓയിൽ ട്രെയിലേക്ക് അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സ്പെയർ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന നെറ്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമുക്ക് പതിയെ ഒരു ചിസൽ വെച്ചിട്ട് ഹാമർ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പതിയെ ചിസൽ വെച്ചിട്ട് ഹാമർ ചെയ്യാണ്. ഹാമർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ലോക്ക് വിട്ടുപോകാത്ത രീതിയിൽ പതിയെ സൂക്ഷിച്ച് ഹാമർ ചെയ്യാവുള്ളൂ. ഒരു 46-ൻ്റെ ട്യൂബുലർ സ്പാനർ വെച്ചിട്ടാണ് ഈ ഒരു ലോക്ക് സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് അഴിക്കുന്നത്. വണ്ടിയുടെ വർക്ക് സ്വയമേ ചെയ്യാൻ പറ്റും എന്ന് വിശ്വാസമുള്ളവർക്ക്, അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്പ്രോക്കറ്റ് നട്ടും അതിൻ്റെ ലോക്കും റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ചെയിൻ ലോക്കൊന്നും വിടിയിക്കാതെ തന്നെയാണ് ഞാൻ ഈ സ്പ്രോക്കറ്റ് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏരിയ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെയാണ് നമ്മുടെ സ്പ്രോക്കറ്റ് നേരത്തെ ഇരുന്നിരുന്ന സ്ഥലം. ഇതിൻ്റെ അടിയിലാണ് കിക്കർ ഷാഫ്റ്റിൻ്റെ സ്പ്രിങ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിന് 4 അലൻകിയുടെ ബോൾട്ട് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ബോൾട്ട്, പിന്നെ വേറെ എക്സ്ട്രാ 3 എണ്ണം കൂടി ഇതിൻ്റെ അടിയിൽ തന്നെ വരുന്നുണ്ട്. അഴുക്കായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഡീസൽ വെച്ചിട്ടാണ് ഇവിടെ ക്ലീൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ അലൻകിയുടെ ടീ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു അലൻകി റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ ടീ ഉപയോഗിച്ച് എല്ലാ കേസിലും റിമൂവ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ 4 ബോൾട്ടും റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പ്ലേറ്റ് പതിയെ പുറത്തേക്ക് ഊരിയെടുക്കുകയാണ്. ഇനി ഈ സ്പ്രിങ്ങിൻ്റെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ബോൾട്ട് 10-ൻ്റെ സൈസാണ്. ഞാനൊരു 10-ൻ്റെ ടീ വെച്ച് ഇത് അഴിച്ചെടുക്കുകയാണ്. ഈ കാണുന്ന സ്പ്രിങ് ഞാനൊരു നോസ് പ്ലെയർ വെച്ചിട്ടാണ് വലിച്ചൂരിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ലോക്കിൽ പിടിച്ച് വലിച്ചാലും ഇത് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ഒടിഞ്ഞു പോയ സ്പ്രിങ് ഒന്ന് കാണാം. ഈ കാണുന്നതാണ് സ്പ്രിങ്. ഇത് ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ കിക്കർ നേരത്തെ താന്ന് കിടക്കുന്ന ആ ഒരു ഫീലിൽ കിടന്നിരുന്നത്. നമുക്കപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ സ്പ്രിങ് ഇടാനായിട്ട് ഈ സ്പ്രിങ് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ആ സ്പ്രിങ്ങിൻ്റെ എൻഡ് കിക്കർ ഷാഫ്റ്റിൻ്റെ ലോക്കിലേക്ക് പിടിച്ചിടുക. പിടിച്ചിട്ടതിന് ശേഷം അടുത്ത എൻഡ് നമ്മുടെ 10-ൻ്റെ ബോൾട്ട് വെച്ചിട്ട് തന്നെ ക്ലോക്ക് വൈസ് കറക്കി എടുത്തിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ പ്ലേറ്റ് നമുക്ക് തിരിച്ചു വയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ ആ ഒരു പ്ലേറ്റ് വയ്ക്കുന്ന സ്ഥലത്ത് ഓയിൽ ലീക്കേജ് വരാനായിട്ടുള്ള ചാൻസ് ഹൈയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ ചാർട്ട് പേപ്പർ വെച്ചിട്ട് അവിടെ ഒരു ഗ്യാസ്കിറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഗ്യാസ്കിറ്റ് വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ ഒരു പെൻ വെച്ചിട്ട് ഈ ബോർഡർ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ബോൾട്ട് ഇടാനായിട്ടുള്ള ഹോളും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു കത്രിക വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ് പ്ലാൻ.
അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഇന്നർ ബോർഡറും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഗ്യാസ്കറ്റ് ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്, നമ്മുടെ ഈ സ്കൂളിലൊക്കെ നമ്മൾ 1 രൂപ കോയിൻ വെച്ചിട്ട് പെൻസിൽ കോപ്പി എടുത്ത് കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പെൻ വെച്ചിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഹോളും കാര്യങ്ങളും കൂടി നല്ല രീതിക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാസ്കറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചു പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എംസീലിൻ്റെ ക്ലിയർ പേസ്റ്റ് ഞാൻ കുറച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഈ ക്ലിയർ പേസ്റ്റിൻ്റെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റബ്ബറൈസ്ഡ് ആയിട്ട് ഒരു ഓയിൽ പുറത്തേക്ക് പോകാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ പ്ലേറ്റ് കിട്ടും. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഗ്യാസ്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്കറ്റ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഗ്രേ പേസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറത്ത് വെച്ചു പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഹോളും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പതിയെ ഗ്യാസ്കറ്റ് വിളകി പോകാണ്ട് ഈ പ്ലേറ്റ് തിരിച്ചു പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ബോൾട്ട് ഇടാം. അപ്പോൾ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന 4 അലൻ കീ ബോൾട്ടിൽ 2 എണ്ണം ഞാൻ സാധാ 8-ൻ്റെ സൈസ് ബോൾട്ട് ഇടുകയാണ്. എല്ലാ ബോൾട്ടുകളും ഒന്ന് പതിയെ കൊള്ളിച്ച് വെച്ചതിന് ശേഷം മാത്രം ഫുള്ളായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ കാണിക്കുന്ന രീതിയിലാണ് ഞാൻ നേരത്തെ റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്ന ബോൾട്ടുകൾ ഇട്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ സ്പ്രോക്കറ്റ് തിരിച്ച് കയറ്റിയിടുകയാണ്. ഇതിപ്പോൾ ജസ്റ്റ് നോർമലി കയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ ഒന്ന് ജസ്റ്റ് ലൂസാക്കിയതിന് ശേഷം ഇത് തിരിച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കയറുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ 46-ൻ്റെ നെറ്റ് ഇടാം. അതിനുശേഷം നമ്മുടെ ട്യൂബുലർ സ്പാനർ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. ഈ ട്യൂബുലർ സ്പാനർ വെച്ചിട്ട് ഇതിൻ്റെ സ്പ്രോക്കറ്റ് നട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ലോക്ക് നമുക്ക് വീണ്ടും വളച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മളതിന് ചിസൽ വെച്ചിട്ടാണ് അഴിച്ചത്. ചിസൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വളച്ച് തിരിച്ച് ലോക്കാക്കി വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ക്ലിപ്പ് പിടിച്ചെടുത്ത കോഡ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ തന്നെ ഊരിപ്പോരും. ഈ ഭാഗത്ത് നിന്നൊക്കെ ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോർമലി ക്ലീൻ ചെയ്തിട്ട് വൈറ്റ് പേസ്റ്റ് വെച്ചിട്ടാണ് ഇത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഈ കോപ്പർ കളറിൽ ഈ കാണുന്ന ഈ ഒരു വസ്തുവാണ് നമ്മുടെ മാഗ്നറ്റോ കോയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തേക്കൊരു മാഗ്നറ്റ് കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇതിനകത്തൊരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ ഒരു സാധനമാണ് നമ്മുടെ പൾസർ കോയിൽ എന്ന് പറയുന്നത്. പൾസർ കോയിലിനകത്താണ് നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ, അതായത് ക്രാങ്കിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്തിട്ട് എപ്പോഴൊക്കെയാണ് സ്പാർക്ക് വേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം നമ്മുടെ TCA കാണുന്നത്. ഈ കാണുന്ന ഒരു പോയിന്റിൽ നിന്ന് എപ്പോഴൊക്കെ ഈ പൾസർ കോയിലിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൂടെ കടന്നു പോകുന്നു, അപ്പോഴൊക്കെ സ്പാർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം TCAക്ക് കൈമാറും. ഓയിൽ ലീക്കേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയും വൈറ്റ് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യാണ്. ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ട് വേസ്റ്റ് വരുന്ന പേസ്റ്റൊക്കെ നമുക്ക് തുടച്ച് നീക്കാം. ഇതിന് ശേഷം നമുക്ക് ആർച്ച് പാക്കിങ് വെക്കണം. ഈ ആർച്ച് പാക്കിങ്ങിൽ നമ്മൾ വൈറ്റ് പേസ്റ്റ് ഒന്നും തേക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ഗ്രീസ് തേച്ചിട്ടാണ് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഓറിങ്ങും താഴത്ത് കാണുന്ന ഗിയർ ഷാഫ്റ്റ് സെലക്ടറിൻ്റെ ഈ ഒരു റബ്ബർ ബുഷും ഉണ്ട്. ഈ ഒരു റബ്ബർ ബുഷിൻ്റെ പ്രത്യേകത, നമ്മളിത് സ്പെയർ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇത് നമ്മൾ ആർച്ച് കവർ തിരിച്ചിടുന്ന സമയത്ത് ഇത് ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ആർച്ച് കവർ തിരിച്ച് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഈ കാണുന്ന ഈ ഒരു ലോക്കിലും പിന്നെ ഇപ്പുറത്ത് വേറൊരു ലോക്കും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഗ്നറ്റ് ഞാൻ നേരത്തെ കാണിച്ച കോയിൽ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ഈ ഒരു ആർച്ച് കവർ ഫുള്ളും ഇതിൻ്റെ അകത്തേക്ക് കയറി സ്യൂട്ടാവുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ ആർച്ച് കവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുട്ട് റെസ്റ്റ് ഇടത്തേക്കും വലത്തേക്കും ചരിക്കാം. പിന്നെ ഇടയിൽ നമ്മുടെ വയറും കാര്യങ്ങളൊന്നും പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മുടെ കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെ തന്നെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ പതിയെ തട്ടിയായാലും കയറ്റാം. ഇതിൻ്റെ മേളിൽ പാക്കിംഗ് ഒന്നും തള്ളി നിൽപ്പില്ല എന്ന് ഉറപ്പ് വരുത്തണം. അടുത്തായിട്ട് നമുക്ക് ബോൾട്ട് ഇടാം. ഇതിൻ്റെ ബോൾട്ടുകളാണ് മൊത്തം 3 ടൈപ്പ് ബോൾട്ട് ഇതിന് വരുന്നുണ്ട്. ഇതിനകത്ത് 2 വലിയ നീളത്തിലുള്ള ബോൾട്ടുകളും ഒരു ചെറിയ ബോൾട്ടും ബാക്കി 7 നോർമൽ ബോൾട്ട്സുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ബോൾട്ട് ഏറ്റവും ബാക്ക് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന 2 ഹോളിലേക്കാണ് നമുക്ക് ഈ വലിയ ബോൾട്ട് 2 ഇടേണ്ടത്. അത് 2 കയറ്റി ഇട്ട് കൊടുക്കാം.
ബാക്കി ഇനി 7 ബോൾട്ടാണ് വരുന്നത്. ഈ 7 ബോൾട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റാൻഡം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബോൾട്ടുകളെല്ലാം ജസ്റ്റ് വെറുതെ ഫസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെക്കുക. ഫുൾ ടൈറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് കൊള്ളിച്ച് വെക്കുക. ഈ കൊള്ളിച്ച ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബേസിൽ നിന്ന് വേണം നമ്മൾ ടൈറ്റ് ചെയ്ത് തുടങ്ങാൻ. ഇതിപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ച ബോൾട്ട് നമുക്ക് അടുത്തതായിട്ട് ഇനി ഫുൾ ടൈറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം നമുക്ക് അടുത്തതായിട്ട് ഇത് ടൈറ്റ് ചെയ്യാനായിട്ട്. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഒരു ബോൾട്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ കേസിലേക്കും കൂടിയാണ്. അപ്പോൾ നമ്മളിത് ഒറ്റയടിക്ക് വലിച്ച് മുറുക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയാവുന്നതും സൂക്ഷിച്ച് പതിയെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നോക്കി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇടയിൽ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ കാണുന്ന വയറിന് 2 കണക്ഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പൾസർ കോയിലിൻ്റെ മാഗ്നറ്റോ കോയിലിൻ്റെ കണക്ഷൻസ് ആണ് വരുന്നത്. ഈ ചെറിയ വയർ പൾസർ കോയിലിൻ്റെയാണ്. അത് ഇതിൻ്റെ ഒരു ലോക്കിൻ്റെ വശം നോക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചില വണ്ടിയുടെയൊക്കെ ഈ കണക്ഷൻസ് ശരിക്കും അകത്തേക്ക് കയറി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും വലിയ കൈയുള്ളവർക്ക് ഇതൊരു ഇത്തിരി പാടായിരിക്കും. ഇത് നമ്മുടെ വിരൽ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി തിക്കി എടുത്തതിന് ശേഷം മാത്രമേ ക്ലിപ്പ് ഇടുക. സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഈ ഒരു ക്ലിപ്പും ലോക്കിൻ്റെ വശം നോക്കിയിട്ട് പ്രസ് ചെയ്തിട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ അഴിച്ച ഈ ഒരു ബ്രീത്തർ പൈപ്പിൻ്റെ കണക്ഷൻ തിരിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ അടിവശം കാണുന്ന ഈ ഒരു ക്ലിപ്പിലാണ് ഇതിൻ്റെ ലോക്ക് ഇരിക്കുന്നത്. ഈ ക്ലിപ്പിൻ്റെ വർക്കിംഗ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുകയും വിടുന്ന സമയത്ത് ഇത് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. സിമ്പിളായിട്ട് ഈ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് ഈ പൈപ്പിൻ്റെ പുറമേ കയറ്റിയിടുക. അതിനുശേഷം ആ പൈപ്പ് തന്നെ ബ്രീത്തറിൻ്റെ കണക്ഷനിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ ഫിക്സ് ആവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു എൻഡ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കരുത്. ഇതെപ്പോഴും തിരിച്ച് വേണം വയ്ക്കാൻ. അഥവാ ഇതിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മൾ മുണ്ട് പോലത്തെ ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൊണ്ട് കീറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. അതിനുശേഷം 17ൻ്റെ സൈസ് ഡബിൾ എൻഡ് സ്പാനർ വെച്ചിട്ട് ഞാൻ ആ ഫുട് റെസ്റ്റിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബോൾട്ടൊന്നും ഇടാതെയാണ് നമുക്ക് ആദ്യം ഈ ഒരു കിക്കർ ഇതിലേക്ക് കയറ്റേണ്ടത്. അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കിക്കർ ഷാഫ്റ്റിൽ ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്. ഇത് ഇതിൻ്റെ ടൈമിംഗ് സ്പോട്ടാണ്. ആ ഒരു ഡോട്ടിലേക്ക് നമ്മുടെ ഈ കിക്കറിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു എൻഡ്, അതിൻ്റെ ലൈൻ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ വേണം ഇടാൻ. ഇതിപ്പോൾ ടൈമിംഗ് തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിംഗ് കറക്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ഊരിയിട്ടിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കറക്റ്റ് ടൈമിങ്ങിലേക്കാണ് ഇത് കയറ്റിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ ഒരു ഡോട്ടും ഈ കിക്കറിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഗ്യാപ്പും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വരുന്നൊരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കിക്കറിനെ തെറ്റിച്ചിട്ട് അതിൻ്റെ ടൈമിംഗ് ഫ്രണ്ടിലേക്ക് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ഫിൽറ്ററിലേക്ക് ടച്ച് ആവും. ഇനി അതെല്ലാം നേരെ ബാക്കിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ബാക്കിലേക്ക് ഇങ്ങനെ മലന്നിരിക്കും. അതുമാത്രമല്ല, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു കിക്കർ റിട്ടേൺ അടിക്കും. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാകാണ്ട് വരിക, നമ്മുടെ കാല് പോകും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പതിവാണ്. ഈ ഒരു രീതിയിൽ പക്കയായിട്ട് ടൈമിംഗ് സെറ്റ് ചെയ്ത് കിക്കർ വയ്ക്കുക. ഈ ഒരു രീതിയിലായിരിക്കും അതിരിക്കുക. അതിനുശേഷം 12ൻ്റെ ആ ഒരു ബോൾട്ട് തന്നെ എടുത്തിടുന്നു. നമ്മളത് 12ൻ്റെ 13ൻ്റെ സൈസ് സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ കാണുന്ന പോലെ ബോൾട്ട് ഇട്ടിട്ട് കൈകൊണ്ട് മാക്സിമം തിരിച്ച് കയറ്റിയിട്ട് തന്നെയാണ് സ്പാനർ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഒരു സൈഡ് 12ഉം അടുത്ത സൈഡ് 13ഉമാണ്. അടുത്തതായി ആവശ്യത്തിന് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്.